ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ജയപാലൻ ശാരദയും മക്കളെയും അടിച്ചാക്ഷേപിച്ച് സംസാരിക്കുകയാണ് കേട്ടോ. നിനക്കൊക്കെ എന്ത് അഹങ്കാരമായിരുന്നു. ഇപ്പം ഇവളുടെ കല്യാണം വീണ്ടും മുടങ്ങി ഇവിടെ നിൽക്കല്ലേ. ഇവള് ഇനി കല്യാണം കഴിക്കാതെ കെട്ടാ ചരക്കായിട്ട് ഇവിടെ നിന്നു പോകത്തേ ഉള്ളൂ. ഇവളുടെ മാത്രമല്ല, ബാക്കിയുള്ള 3 പെൺകുട്ടികളുടെയും കല്യാണം മുന്നിൽ നിന്ന് ഒരു രക്ഷകർത്താവിന്റെ സ്ഥാനത്ത് നിന്ന് നടത്തി കൊടുക്കേണ്ടവനായിരുന്നു ഈ ജയപാലൻ. അപ്പം നീയും നിന്റെ പെൺമക്കളും എന്നെ ശത്രുസ്ഥാനത്ത് കണ്ടു. ഈ ജയപാലനെ ശത്രുസ്ഥാനത്ത് കണ്ടു കഴിഞ്ഞാലത്തെ അവസ്ഥ എന്താണെന്ന് നീയൊക്കെ ഇനി അറിയാൻ പോകുന്നതേ ഉള്ളൂ. ഇവളുടെ കല്യാണം ഇനിയും മുടങ്ങി. നിന്റെ മകളെ കൊണ്ട് നീ ഇനി എന്ത് ചെയ്യാൻ പോകുവാടി എന്ന് ശാരദയോട് ചോദിക്കുകയാണ് കേട്ടോ. അപ്പം ശാരദ ഇതെല്ലാം കേട്ട് മറുത്തൊരു വാക്കുപോലും പറയാതെ കേട്ടുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അത് കാണുമ്പം ജയപാലന് വീണ്ടും വീണ്ടും ഹരം കൂടുകയാണ്. ഇനിയിപ്പം ഇവളെ കൊണ്ട് ആ കത്തിപ്പാറയില്ലേ അവിടുന്നെങ്ങാനും തള്ളിയിട്ടങ്ങ് കൊല്ല്, അല്ലാതെ വീട്ടിൽ നിർത്തിയിട്ട് ഒരു കാര്യമില്ല. കല്യാണം ഇനി ഒരിക്കലും നടക്കാനും പോകുന്നില്ല. ജന്താഹങ്കാരമായിരുന്നു തള്ളയ്ക്ക് മക്കൾക്ക്. നീയൊക്കെ കൂടി ഇവിടെ കിടന്ന് അനുഭവിക്കുന്നത്. നല്ലൊരാലോചന ഞാൻ കൊണ്ടുവന്നിട്ട് നിനക്കൊക്കെ അഹങ്കാരം മൂത്തിട്ടല്ലേ അത് വേണ്ടെന്ന് വെച്ചത് എന്നും പറഞ്ഞ് ജയപാലൻ അവിടെ അങ്ങ് പോവാണ് കേട്ടോ. ഇതേ സമയം എന്ത് ചെയ്യണമെന്നറിയാതെ നമ്മുടെ വിനീത് റൂമിനുള്ളിൽ കിടക്കുക. എങ്ങനെയെങ്കിലും അത് തുറന്നു തരാനായിട്ട് വാതിൽ മുട്ടിക്കൊണ്ടേയിരിക്കുവേ. അപ്പം സുജാതയ്ക്ക് ദേഷ്യം വരിക. എഴുന്നേറ്റ് വന്നിട്ട് അവിടെ നിന്നിട്ട് അവനോട് പറയും, നിനക്ക് അവളെ കെട്ടാൻ അത്രയ്ക്കിങ്ങോട്ട് മുട്ടി നിൽക്കുവാണെങ്കിലേ നിന്റെ അമ്മ ഇവിടെ നിന്നുകൊണ്ടങ്ങ് കത്തി ചാമ്പലാകാടാ. അത് കണ്ടിട്ട് നീ ഇറങ്ങിപ്പോ. എൻ്റെ ശവത്തെ ചവിട്ടിക്കൊണ്ട് നീ അവളുടെ കഴുത്തിൽ താലി കെട്ടിക്കൊണ്ട് ഈ വീട്ടിലേക്ക് കയറി വരത്തുള്ളൂ എന്ന് പറയണം കേട്ടോ. അപ്പം ഗീത അവിടേക്ക് വരികയാണേ. അമ്മേ, അവൻ നമ്മളെ ധിക്കരിച്ചുകൊണ്ട് പോവോ അമ്മേ? എങ്ങനെ പോവാനാ? അവനെ ഞാൻ പൂട്ടിയിട്ടേക്കുമല്ലേ. ഇനി എന്നെ മറികൊടുന്നുകൊണ്ട് ആ ഒരുമ്പെട്ടവളെ കെട്ടിക്കൊണ്ട് അവനിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ സുജാത ജീവിച്ചിരിക്കത്തില്ല. ഞാനാണോ വലുത് അവളാണോ അവന് വലുതെന്ന് എനിക്കിന്ന് അറിഞ്ഞേ പറ്റൂ എന്ന് ഗീതയോട് പറയണം കേട്ടോ. അമ്മ ഇങ്ങനെ തന്നെ നിൽക്കണം. അമ്മ അല്പം പോലും അവന് മുന്നിൽ താന്നു കൊടുക്കാൻ പാടില്ല. നമ്മൾ രണ്ടുപേരും ഒന്ന് അയഞ്ഞു കൊടുത്താൽ ആ മൂദേവിയെ കെട്ടിക്കൊണ്ട് അവൻ ഇങ്ങോട്ട് വരും. അവന് അവളില്ലാതെ ജീവിതമില്ലെന്നാണല്ലോ പറയുന്നത് എന്ന് ഗീത കൂടി സുജാതയോട് പറയണം കേട്ടോ. അല്ലെങ്കിൽ തന്നെ കൂടുതൽ എരിഞ്ഞു നിൽക്കുന്ന സുജാതയ്ക്ക് ഗീതയുടെ ഓരോ വാക്കുകളും വീണ്ടും വീണ്ടും ദേഷ്യവും വൈരാഗ്യവും കൂട്ടിക്കൊണ്ടേ ഇരിക്കുവാണേ. ഇതേ സമയം നമ്മുടെ ഗംഗയാണെങ്കിൽ ജയപാലൻ പറഞ്ഞ വാക്കുകളും അതുപോലെ ശാരദയുടെ നിസ്സഹായാവസ്ഥയും എല്ലാം കൊണ്ടും കണ്ടും കേട്ടും തൻ്റെ കല്യാണം ഓരോ തവണ ഇങ്ങനെ മുടങ്ങുമ്പോഴുള്ള അപമാന ഭാരത്താൽ ഇങ്ങനെ തകർന്ന് തരിപ്പണമായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പം തൻ്റെ മകളുടെ അവസ്ഥ കാണുമ്പം ശാരദ അടുത്തേക്ക് ചെല്ലുക. മോളെ, അമ്മയോട് ക്ഷമിക്കടി എന്നും പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കരയുക. ഏയ് സാരമില്ലമ്മേ, ഇതൊക്കെ എൻ്റെ വിധിയാ, എനിക്കിതിപ്പോൾ ശീലമായിട്ടുണ്ട് എന്ന് ഗംഗ അപ്പോൾ പറയുവാണ് കേട്ടോ. മോളെ, നീ ഇങ്ങനെ വേദനിക്കല്ലേ, വിനീത് വരും, അവൻ വാക്കിന് നെറിയുള്ളവനാ. സുജാത എന്തെങ്കിലും പറഞ്ഞ് അവനെ അവിടെ പിടിച്ചു നിർത്തിയിരിക്കുമായിരുന്നു. അങ്ങനെയാണെന്നല്ലേ നിവിനും പറഞ്ഞത്. അവിടെ എന്തോ വഴക്കൊക്കെ ആയിരുന്നെന്നല്ലേ. പക്ഷേ അവൻ വരും, എനിക്ക് ഉറപ്പാ എന്ന് ശാരദ വീണ്ടും പറയണം കേട്ടോ. അപ്പം രാധമ്മയും ഇതെല്ലാം കണ്ടും കേട്ടും എന്ത് പറഞ്ഞ് നമ്മുടെ ഗംഗയെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ ആകെ തകർന്ന് നിൽക്കുകയാണ് കേട്ടോ. അപ്പം രാധമ്മയുടെ അടുത്ത് പോയി ശാരദയെ നിൽക്കുക. എല്ലാവരും ഓരോരോ മൂലയിലായിട്ട് വിഷമിച്ചിങ്ങനെ നിൽക്കുമ്പം നമ്മുടെ ഗംഗ ഇതൊന്നും ശ്രദ്ധിക്കാതെ അവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങി പോവാണ് കേട്ടോ. അപ്പം ജയപാലൻ പറഞ്ഞ ഓരോ വാക്കുകളും ഗംഗയുടെ മനസ്സിലിങ്ങനെ മുഴുങ്ങി കേട്ടുകൊണ്ടിരിക്കുകയാണ്. താൻ എന്തിനാ മറ്റുള്ളവർക്ക് ഭാരമായിട്ട് ഇങ്ങനെ ജീവിക്കുന്നത്? ഓരോ തവണയും ഇങ്ങനെ എല്ലാവർക്കും മുന്നിൽ അപമാനിക്കപ്പെട്ട് നിൽക്കാൻ മാത്രം എന്ത് തെറ്റാ താൻ ജീവിതത്തിൽ ചെയ്തത് എന്നൊക്കെയുള്ള ചിന്തകൾ ഗംഗയുടെ മനസ്സിലൂടെ കടന്നു പോകുവാണ്. ഇത്രയ്ക്കൊക്കെ ദുരന്തം അനുഭവിക്കാൻ മാത്രം ഞാൻ പാപം ചെയ്തോ? വേണ്ട, എൻ്റെ ജീവിതം കൊണ്ട് ഇനി ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത്. എൻ്റെ കല്യാണം ഓരോ തവണ ഇങ്ങനെ മുടങ്ങി നിൽക്കുന്നതിൻ്റെ പേരിൽ എൻ്റെ അനീതിമാർക്ക് ഒരു ജീവിതമില്ലാതെ പോകരുത് എന്നൊക്കെ പല പല ചിന്തകളും ഗംഗയുടെ മനസ്സിലൂടെ കടന്നു പോവാണ് കേട്ടോ. ദിക്കും ദിശയും അറിയാതെ ഗംഗ മുന്നോട്ട് ആ പൊരി വെയിലത്ത് നടന്നു പോവാണ്. നടന്ന് കത്തിപ്പാറയിലായിട്ടാണ് കേട്ടോ ഗംഗ പോകുന്നത്. ഇതേ സമയം നമ്മുടെ നിവിനും അതുപോലെ കാവേരിയും കൂടി സുജാതയുടെ വീട്ടിലെത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ സുജാതയുടെ വീട്ടിലെത്തിക്കഴിയുമ്പം നേരെ അങ്ങോട്ട് കയറി ചെന്ന് കഴിഞ്ഞാൽ സുജാത വലിയ പ്രശ്നം ഉണ്ടാക്കിയുള്ളൂ എന്ന് ബോധ്യപ്പെടുക. അപ്പം നിവിൻ ചോദിക്കും, നമ്മൾ ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഇവിടെ ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ലല്ലോ, എങ്ങനെയെങ്കിലും അവനെ കണ്ടുപിടിക്കണം. മിക്കവാറും അവൻ്റെ അമ്മ അവനെ വല്ല റൂമിൽ വിട്ട് പൂട്ടിയിട്ടുണ്ടാകും എന്ന് പറയാം. നമുക്ക് ഈ വീടിൻ്റെ മണ്ടയിൽ കയറാം. എനിക്ക് വിനീതേട്ടൻ്റെ മുറിയും അറിയാം. ഓടിളക്കി വിനീതേട്ടൻ അകത്തുണ്ടാകുന്ന നോക്കിയാലോ എന്ന്
കാവേരി അപ്പം ചോദിക്കുക. അപ്പം നിവിൻ ചോദിക്കും, അയ്യോ അതെങ്ങനെ ശരിയാകും, താൻ എങ്ങനെയാടോ അതിൻ്റെ മണ്ടേ വലിഞ്ഞു കയറുന്നത്, അല്ലെങ്കിൽ ഞാൻ വരാം എന്ന് പറയാൻ കേട്ടോ. അപ്പം കാവേരിയാണെങ്കിൽ ഒന്നും മിണ്ടാതെ ഒരു വിധത്തിൽ പിന്നാമ്പുറത്ത് കൂടി മുകളിലേക്ക് കയറാൻ കേട്ടോ. വീടിൻ്റെ മുകളിലെത്തി വിനീതിൻ്റെ റൂമിൻ്റെ ഭാഗത്തുള്ള ഓടുകൾ പതിയെ ഇങ്ങനെ ഇളക്കി മാറ്റുക. അപ്പം ഈ ശബ്ദങ്ങൾ കേട്ടുകൊണ്ട് വിനീത് മുകളിലേക്ക് നോക്കുകയാണ് കേട്ടോ. തൻ്റെ അമ്മ തനിക്ക് തന്ന വാക്കുകൾ കൊണ്ടുള്ള പ്രഹരവും എല്ലാം കൊണ്ടും ആകെ തകർന്ന് തരിപ്പണമായിട്ടാണ് നമ്മുടെ വിനീത് നിൽക്കുന്നത്. ഗംഗ ഇപ്പം തകർന്ന് നിൽക്കുന്നുണ്ടാവും. താൻ കാരണം അവൾ എല്ലാവരുടെ മുന്നിൽ അപമാനിക്കപ്പെട്ടു. ഇനി ഗംഗയ്ക്കൊരു ജീവിതം പോലും ഉണ്ടാക്കില്ലേ എന്നൊക്കെയുള്ള ചിന്തകൾ നമ്മുടെ വിനീതിൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിലും അതിനൊക്കെ മുകളിൽ സുജാതയുടെ വാക്കുകൾ, താൻ ഗംഗയെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അമ്മ മരിച്ചു കളയുമെന്നുള്ള വാക്കുകൾ വിനീതിൻ്റെ മനസ്സിലേക്ക് വീണ്ടും വീണ്ടും കേൾക്കുകയാണ്. അപ്പോൾ കാവേരി വന്ന് വിനീതേട്ട എന്ന് മുകളിൽ നിന്ന് വിളിക്കാം. അപ്പം വിനീത് അങ്ങോട്ട് നോക്കുകയാണ് കേട്ടോ. കാവേരി, നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുക. അത് ഞാനല്ലേ വിനീതേട്ട ചോദിക്കേണ്ടത്. ഇന്ന് വിനീതേട്ടൻ്റെ കല്യാണമായിട്ട് വിനീതേട്ടനെ ഇതെന്താ ഉണ്ടായത്? അപ്പച്ചി ഇവിടെ പൂട്ടിയിട്ടോ, വിനീതേട്ടൻ വാ, വിനീതേട്ടനെ എങ്ങനെയെങ്കിലും കൊണ്ടുപോകാൻ വേണ്ടിയാ ഞങ്ങൾ വന്നത് എന്ന് പറയാം. അപ്പം നിവനും എത്തിവലിഞ്ഞ് കാവേരിയുടെ പിന്നാലെ തന്നെ മുകളിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പം രണ്ടുപേരും പതിയെ അകത്തേക്ക് ഇറങ്ങി വരിക. വിനീതേട്ട എന്താ സംഭവിച്ചത് എന്ന് കാവേരി ചോദിക്കുക. കാവേരി, അത് വിനീതേട്ടൻ വന്നേ, നമുക്ക് ഇതിലൂടെ തന്നെ കയറിപ്പോകാം, ഗംഗേച്ചിയും എല്ലാവരും അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക, ഇനി വാ എന്ന് പറയണം. നിങ്ങൾ എനിക്ക് വേണ്ടി എത്രമാത്രം റിസ്ക് എടുത്താൽ ഇവിടെ വന്നേന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് പറയാം. പക്ഷെ ഞാൻ വരുന്നില്ല എന്ന് വിനീത് പറയാൻ കേട്ടോ. ഇത് കേൾക്കുമ്പം നീവിന് നല്ല ദേഷ്യം വരിക. നീവൻ പോയി വിനീതിൻ്റെ ഷർട്ടിന് കുത്തിപ്പിടിക്കുക. നീ എന്തൊരു മനുഷ്യനാടാ, നാഴികയ്ക്ക് 40 വട്ടം നീ പറയും ഗംഗയില്ലാതൊരു ജീവിതമില്ല, അവളെ എൻ്റെ എല്ലാം, അവൾക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്. എന്നിട്ട് കടയിലിരുന്ന് അവൾക്കൊരാലോചന വന്നു കഴിയുമ്പം പട്ടി മോങ്ങുന്ന പോലെ കിടന്ന് മോങ്ങുന്നതും തകർന്നു പോയതും ഒക്കെ നീ തന്നെ അല്ലേടാ. എന്നിട്ട് നീ തന്നെ ആ പെണ്ണിൻ്റെ കണ്ണീര് കാണാൻ ഇടയാക്കുവാണോ എന്ന് നീവൻ ദേഷ്യപ്പെട്ടുകൊണ്ട് ചോദിക്കുക. പിന്നെ ഞാൻ എന്താടാ ചെയ്യേണ്ടത്? പെറ്റ തള്ളയുടെ മരണത്തിന് കാരണക്കാരനാക്കിക്കൊണ്ട് ഞാൻ എന്തിനാ ഗംഗയെ കല്യാണം കഴിക്കുന്നേ? ആ പാപം കൂടി ആ പാവത്തിൻ്റെ തലയിൽ വന്ന് പെടാനോ? ഞാൻ അവളെ കല്യാണം കഴിക്കാൻ സമ്മതിക്കാൻ പാടില്ലായിരുന്നു. അമ്മ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ലടാ. ഞാൻ അവളെ കല്യാണം കഴിക്കാൻ ഈ വീടിൻ്റെ പടി ഇറങ്ങിയാൽ അമ്മ ആ നിമിഷം ആത്മഹത്യ ചെയ്യുമെന്നാ പറഞ്ഞത് എന്ന് പറയാം. ഇത് കേൾക്കുമ്പം കണ്ടും കേട്ടും നിന്നുകൊണ്ടിരുന്ന കാവേരി ചോദിക്കും, എൻ്റെ അമ്മയ്ക്ക് വാക്ക് കൊടുക്കുമ്പം വിനീതേട്ടൻ ഇതിനെപ്പറ്റി ചിന്തിച്ചില്ലേ? ഗംഗേച്ചിക്ക് വേണ്ടി ഓരോ കാര്യങ്ങളും ചെയ്ത് കല്യാണപ്പുടവ് വരെ എടുത്തുകൊണ്ട് വന്നപ്പോഴും ഇതിനെപ്പറ്റി ചിന്തിക്കില്ലായിരുന്നോ? അപ്പച്ചി അപ്പോഴും കല്യാണത്തിന് താല്പര്യമില്ലാതെ തന്നെയല്ലേ നിന്നിരുന്നത്? എന്നിട്ട് പിന്നെ എന്തുകൊണ്ട് വിനീതേട്ടൻ കല്യാണത്തിന് സമ്മതം മൂളി? ഗംഗേച്ചിക്ക് പ്രതീക്ഷ കൊടുത്തു. ഒരിക്കലും ഗംഗയുടെ സമ്മതം ഉണ്ടെങ്കിൽ ഈ കല്യാണം നടക്കാതിരിക്കില്ല എന്ന് എൻ്റെ അമ്മയോട് എന്തിനു പറഞ്ഞു എന്ന് കാവേരി ചോദിക്കുക. അപ്പോൾ കാവേരിയുടെ ഈ വാക്കുകൾ കേൾക്കുമ്പം എന്തു മറുപടി പറയണമെന്നറിയാതെ വിനീതൊക്കെ തകർന്നു നിൽക്കുകയാണ്. അപ്പച്ചി ഇപ്പം വാശി കൊണ്ടാണ് ഇങ്ങനെ ഓരോന്നും ചെയ്തു കൂട്ടുന്നത്. പക്ഷേ ഗംഗേച്ചിയുടെ അവസ്ഥ വിനീതട്ടൻ ചിന്തിച്ചിട്ടുണ്ടോ? ഓരോ തവണയും കല്യാണം മുടങ്ങി എല്ലാവരുടെ മുന്നിൽ അപമാനിക്കപ്പെട്ട് നിൽക്കുന്നത് ആ പാവമാണ്. അതിൻ്റെ മനസ്സെന്താണെന്ന് പോലും ചോദിക്കാതെയാ അമ്മ ഓരോരോ തീരുമാനങ്ങൾ അതിൻ്റെ തലയിൽ അടിച്ചേൽപ്പിക്കുന്നത്. ഇപ്പം അതിൻ്റെ അവസ്ഥ എന്താ? നാട്ടുകാരുടെ മുന്നിൽ മുഴുവനും കല്യാണം മുടങ്ങി നിൽക്കുന്ന അവസ്ഥ. ഇനി ഒരു കല്യാണാലോചന എൻ്റെ ഗംഗേച്ചിക്ക് ഉണ്ടാകുമോ? ഉണ്ടായാൽ തന്നെ ആ ജയപാലൻ അത് നടത്താൻ സമ്മതിക്കുമോ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ ഗംഗയുടെ അവസ്ഥയെപ്പറ്റി വീണ്ടും ചിന്തിക്കുന്ന വിനീത് എന്ത് ചെയ്യണമെന്നറിയാതെ നിലത്ത് ഇരുന്നുകൊണ്ട് പൊട്ടിക്കരയാണ് കേട്ടോ. ഞാനിപ്പോൾ എന്താ ചെയ്യുക എന്ന് ചോദിച്ചുകൊണ്ട് പൊട്ടിക്കരയാ. വിനീതേട്ടാ ഒന്നും ചിന്തിക്കേണ്ട, വിനീതേട്ടൻ്റെ മനസ്സിന് ശരി എന്താണെന്ന് തോന്നുന്നത് ചെയ്യുക, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാകും, ഞങ്ങൾ പോകണമെന്നാണ് വിനീതേട്ടൻ പറയുന്നെങ്കിൽ ഞങ്ങൾ പോകും, ഒരിക്കലും വിനീതേട്ടനെ നിർബന്ധിക്കില്ല എന്ന് കാവേരി പറയുന്നു കേട്ടോ. അപ്പം നീവൻ ചോദിക്കും, കാവേരി താൻ എന്തൊക്കെയായി പറയുന്നേ? ആ ഗംഗയുടെ അവസ്ഥ നമ്മൾ കണ്ടതല്ലേടോ. തൻ്റെ ചേച്ചിയെ ഇങ്ങനൊരു ദുരന്തത്തിലിട്ടിട്ട് തനിക്ക് എങ്ങനെ ഇങ്ങനെ പറയാൻ സാധിക്കുന്നു? അല്ലാതെ ഞാൻ എന്താ നിവിൻ പറയേണ്ടത്? ഇത് വിനീതേട്ടൻ്റെ ജീവിതമാണ്, തീരുമാനം എടുക്കേണ്ടതും വിനീതേട്ടനാ എന്നും പറഞ്ഞ് കാവേരി അങ്ങ് മാറി നിൽക്കുക. ഇതേ സമയം നമ്മുടെ ഗംഗ തകർന്ന് ആ കത്തിപ്പാറയിലേക്ക് കയറി പോവാണ് കേട്ടോ. അവിടെ ചെന്നിട്ട് ആത്മഹത്യ ചെയ്യാനാണ് ഗംഗ ശ്രമിക്കുന്നത്. പാറയിൽ നിന്ന് ചാടി ഗംഗയുടെ മനസ്സിലേക്ക് തൻ്റെ അച്ഛൻ ഉണ്ടായിരുന്നപ്പോൾ കൊണ്ടുവന്ന ആലോചന മുതൽ ഇപ്പം ഈ നിമിഷം എല്ലാവരുടെ മുന്നിൽ അപമാനിക്കപ്പെട്ട് ജയപാലിൻ്റെ കുത്തുവാക്കുകൾക്ക് മുന്നിൽ തല താഴ്ത്തി നിന്ന തൻ്റെ അവസ്ഥയും നിസ്സഹായാവസ്ഥയും എല്ലാം ഗംഗയുടെ
മനസ്സിലൂടെ കടന്നു പോകുക, ഇനി ഞാൻ ആർക്കും ഭാരമായിട്ട് ജീവിക്കുന്നില്ല, താൻ കാരണം തൻ്റെ അനിയത്തിമാരുടെ ജീവിതം നശിക്കാൻ പാടില്ല, ഞാനിവിടെ ജീവിച്ചിരിക്കുന്നതാണല്ലോ പ്രശ്നം എന്നുള്ള ചിന്തകളൊക്കെ ഗംഗയുടെ മനസ്സിലേക്ക് വരികയാണ് കേട്ടോ. അവിടുന്ന് ചാടാനായിട്ട് ഗംഗ തുടങ്ങുമ്പോഴാണ് ഗംഗയുടെ കയ്യിൽ ഒരാൾ കയറി പിടിക്കുന്നത്. തിരിഞ്ഞു നോക്കുമ്പോൾ മറ്റാരും അല്ല കേട്ടോ, നമ്മുടെ വിനീത. സുജാതയുടെ എല്ലാ രേഖകളും മറികടന്നുകൊണ്ട് തന്നെ കാവേരിക്കും നിവിനും ഒപ്പം നമ്മുടെ വിനീത് ആ കാവേരി ഇറങ്ങി വന്ന ആ വഴിയിലൂടെ, അതായത് ഓടുമാറ്റി വന്നല്ലോ, അതിലൂടെ ചാടി പുറത്ത് കടക്കുന്നുണ്ട്. സുജാതയോ ഗീതയോ ഈ കാര്യങ്ങളൊന്നും അറിയുന്നുമില്ല. അങ്ങനെ നമ്മുടെ ഗംഗയുടെ മണവാളനായിട്ട് വിനീത് എത്തിപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ വിനീതിനെ കണ്ടു കഴിയുമ്പോഴത്തേക്കും ഗംഗ എന്ത് പറയണമെന്ന് അറിയാതെ നിൽക്കുക. വിനീത് ചോദിക്കും, എന്തായിരുന്നു ഗംഗയുടെ ഉദ്ദേശം, ആത്മഹത്യ ചെയ്യാനായിരുന്നോ എന്ന് ചോദിക്കാം. അപ്പം ഇതൊക്കെ കണ്ടുകൊണ്ട് കാവേരി നിവിനും ഓടി വരിക. ഗംഗേച്ചി, ചേച്ചി എന്തായി ചെയ്യാൻ പോയത്, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതിന് മുന്നേ ഞങ്ങളെപ്പറ്റി ചിന്തിച്ചോ എന്ന് ചോദിക്കാം. നിങ്ങളെ എല്ലാവരെ പറ്റി ചിന്തിച്ചതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു തീരുമാനം എടുത്തത് എന്ന് പറയാം. നീ ഇങ്ങോട്ട് വന്നേ എന്നും പറഞ്ഞ് നമ്മുടെ വിനീതാണെങ്കിൽ ഗംഗയും വിളിച്ചുകൊണ്ട് പോവാണ് കേട്ടോ. അപ്പം വിനീതിൻ്റെ കൂടെ പിന്നാലെ ഒരു പാവ കണക്കെ ഗംഗ ചെല്ലുകയാണ്. ഇപ്പം നടന്ന ഈ സംഭവങ്ങളൊക്കെ അത്രയേറെ നമ്മുടെ ഗംഗയെ ബാധിച്ചിട്ടുണ്ട്. അപ്പം വിനീത് കയ്യിൽ പിടിച്ചുകൊണ്ട് വരുന്ന ഗംഗയെ കാണുമ്പം അമ്പലത്തിൽ നിന്ന് എല്ലാവർക്കും സമാധാനമാവുക. ശാരദ ഓടി വരിക, കൂടെ രാധമ്മയുണ്ട്. മോനെ, നീ വരാൻ എന്താ വൈകിയത്, എന്താ ഉണ്ടായേ, സുജാത നിന്നെ വിട്ടില്ലേ, ഇപ്പം നീ ഇങ്ങനെ എത്തിയേ, അവൾ സമ്മതിച്ചോ എന്ന് പല ചോദ്യങ്ങൾ ചോദിക്കുക. രാധമ്മയും വന്നിട്ട് ചോദിക്കും, സുജാത അറിഞ്ഞുകൊണ്ടാണോ നീ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കാം. അപ്പം അമ്പലത്തിൽ ശാന്തി പറയും, മുഹൂർത്തമായി എന്ന് പറയാം. അങ്ങനെ നമ്മുടെ ഗംഗയുടെ കല്യാണം ഈ പ്രശ്നങ്ങൾക്കിടയിലെല്ലാം നടക്കുകയാണ് കേട്ടോ. എല്ലാവർക്കും സന്തോഷമാവുകയാണ്. ഗംഗ ഒരു പാവ കണക്കെ വിനീതിൻ്റെ അടുത്തേക്ക് നിൽക്കുക. അങ്ങനെ നമ്മുടെ ഗംഗയെ താലി ചേർത്തി വിനീത് സ്വന്തമാക്കുകയാണ് കേട്ടോ. പെട്ടെന്നാണ് ജയബാലൻ അങ്ങോട്ട് വരുന്നത്. ജയബാലനെ കണ്ടു കഴിയുമ്പം കാവേരി പറയും, ആരിത്, ജയബാലങ്കളോ, ജയബാലങ്കൾ ഇപ്പം തന്നെ വന്നത് നന്നായി, ഗംഗേച്ചിയുടെ കല്യാണം കഴിഞ്ഞ കേട്ടോ, വിനീതേട്ടനുമായിട്ട് തന്നെയാ. അല്ല, ഈ കല്യാണം മുടങ്ങി പോകുമെന്നോ, ഇനിയിപ്പം സ്നേഹതീരത്ത് 3-4 കെട്ടാച്ചിറക്കുകളായിട്ട് ഞങ്ങൾ നിന്നു പോകുമെന്നോ എന്തൊക്കെയായിരുന്നു ജയബാലങ്ങൾ പറഞ്ഞത്. സാരമില്ല, ഒരു കാർന്നവരുടെ സ്ഥാനത്ത് നിന്ന് ഞങ്ങളുടെയൊക്കെ കല്യാണം നടത്തി തരാൻ അത്രയേറെ ആഗ്രഹിച്ച ആളല്ലേ താങ്കൾ, അതുകൊണ്ട് ഒന്ന് അനുഗ്രഹിച്ചേക്കും കേട്ടോ എന്ന് പറയാൻ കേട്ടോ. ഇത് കേൾക്കുമ്പം അവരുടെ മുന്നിൽ നാണം കെട്ട് തല താഴ്ത്തി ജയബാലൻ അങ്ങോട്ട് ഇറങ്ങിപ്പോവാ. ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ജയബാലൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ഒരു വിധത്തിലും വിനീത് വരില്ല എന്ന് തന്നെയാണ് ജയബാലൻ കരുതിയത്. ഇതേ സമയം കുറേ സമയമായിട്ട് റൂമിൽ നിന്ന് ഒരു ബഹളവും കേൾക്കാതാകുമ്പോഴത്തേക്കും നമ്മുടെ സുജാത വന്ന് വിളിക്കാൻ കേട്ടോ. ഗീതയും കൂടി വന്ന്, അമ്മേ അവൻ്റെ അനക്കൊന്നും കേൾക്കുന്നില്ലല്ലോ എന്ന് പറയാം. അപ്പം പെട്ടെന്ന് സുജാതയ്ക്ക് ടെൻഷൻ ആവുകയാണേ. സുജാത വാതിൽ തുറന്ന് നോക്കുക. അമ്മേ, ഇവിടെ കാണുന്നില്ലല്ലോ വിനീതിനെ എന്ന് ഗീത അകത്തേക്ക് കയറി നിന്നിട്ട് പറയാം. അത് കേൾക്കുമ്പോൾ സുജാത കൂടി അകത്തേക്ക് വരിക. പെട്ടെന്നാണ് ഗീതയുടെ ശ്രദ്ധയിൽ ഓടിളകിയിരിക്കുന്നത് കാണുന്നത്. അമ്മയെ നോക്കിക്ക്, അവൻ ഓടിളക്കി ചാടിപ്പോയമ്മേ, നമ്മുടെ വാക്കുകളെക്കാളും അവന് വലുത് അവളാ അമ്മേ, നമ്മളെ അവൻ ചാദിച്ചമ്മേ എന്ന് പറയാം. ഇത് കേൾക്കുമ്പോഴത്തേക്കും സുജാതയ്ക്കും ആകെ തോറ്റതുപോലെ തോന്നുവാണ് കേട്ടോ. എൻ്റെ വാക്കിനെ മറികടന്നുകൊണ്ട് എൻ്റെ ജീവനേക്കാൾ വില അവക്ക് നൽകിയല്ലേ അവനെന്ന് സുജാത അപ്പോൾ പറയണം. ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൻ്റെ വിശേഷം. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ്സ് വഴി തന്നെ അറിയിക്കാനും മറക്കരുത്. അങ്ങനെ വിനീത് ശാരദയ്ക്ക് കൊടുത്ത വാക്ക് പാലിച്ചുകൊണ്ട് ഗംഗയെ താലി ചാർത്തി സ്വന്തമാക്കിയിരിക്കുകയാണ്. ഇനി ഗംഗയുടെ മനസ്സും പതിയെ പതിയെ വിനീതിലേക്ക് അടുക്കുന്നതൊക്കെ നമുക്ക് വരും എപ്പിസോഡുകളിൽ കാണാനായിട്ട് സാധിക്കും. അപ്പം എല്ലാവർക്കും ഗുഡ് ബൈ.